ശിവൻകുട്ടിയെ തെമ്മാട് വകുപ്പ് ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെക്കോ പുറത്തു പോകൂ. പ്രതിഷേധം കച്ചവടം ഇത് കച്ചവടം വിദ്യാഭ്യാസ കച്ചവടം ചോർത്തുന്നേ പേപ്പർ ചോർത്തുന്നേ ഇതുപോലൊരു നാറിയ ഭരണം കേരള ജനത കണ്ടിട്ടില്ല. തെരുവിലിറങ്ങി നടക്കില്ല. മുഹമ്മദ് ഷമാസ്, പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ആൻ സെബാസ്റ്റ്യൻ, ജില്ലയുടെ ചുമതല വഹിക്കുന്ന സംസ്ഥാന KSU കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി അല്ലമീൻ അഷ്റഫ് ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന KSUവിന്റെ ഇന്ന് ഉദ്ഘാടകനായി കടന്നു വന്നിരിക്കുന്ന KPCCയുടെ സംഘടനാകാര്യ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് എം ലിജു അവർകൾ ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന കേരള വിദ്യാർത്ഥി യൂണിയന്റെ സമാരാധരായ നേതാക്കന്മാരെ നമുക്കറിയാം, കേരളത്തിൽ ചോദ്യ പേപ്പറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രൈവറ്റ് ട്യൂഷൻ സെന്ററുകളുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ലോബി പ്രവർത്തിക്കുന്നുണ്ട്, ഒരു വലിയ ഫോക്കസ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കഴിഞ്ഞ ഒരു വർഷക്കാലമായി നിരന്തരം കേരള വിദ്യാർത്ഥി യൂണിയൻ ആരോപിക്കുന്നതാണ്. കഴിഞ്ഞ വർഷം ഓണപരീക്ഷയുടെ സമയത്ത് ഓണപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന ഘട്ടത്തിൽ ഞങ്ങൾ ഇത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അത് പിന്നീട് കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയുടെ സമയത്ത് അത് ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഒരു വർഷങ്ങൾക്ക് ശേഷവും വീണ്ടും രണ്ടാമത് ക്രിസ്മസ് പരീക്ഷയുടെ സമയമാകുമ്പോൾ ചോദ്യപേപ്പറുകൾ ചോർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ചോരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ തന്നെ തകർക്കുന്ന തരത്തിലേക്ക്, അതിന്റെ നിലവാരത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്ക് ഇവിടെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ അനങ്ങാപ്പാറ നയമാണ് ഇവിടുത്തെ സർക്കാരും ഇവിടുത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ സ്വീകരിക്കുന്നത്. നമുക്കറിയാം, ഈ രാജ്യത്തിന്റെ ഈ സംസ്ഥാനത്തിന്റെ ഭാവിയായി വളർന്നു വരേണ്ടുന്ന വിദ്യാർത്ഥികളുടെ അവരുടെ നിലവാരത്തെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖല എല്ലാ തലങ്ങളിലും തകർന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും ഇവിടെ സർക്കാർ ഇവിടെ അന്വേഷണം എന്നൊരു പ്രഹസന നാടകം മാത്രം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായി സർക്കാർ ശിവൻകുട്ടി മിനിസ്റ്റർ അന്വേഷണം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞ് 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് വീണ്ടും കെമിസ്ട്രിയുടെ ചോദ്യപേപ്പർ ചോരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഒരു വലിയ ലോബി, പ്രൈവറ്റ് ട്യൂഷൻ മാഫിയ, ഇവിടെ സർക്കാർ എയ്ഡഡ് മേഖലയിൽ പ്രവർത്തിക്കുന്ന പഠിപ്പിക്കുന്ന അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ കച്ചവട താല്പര്യങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു വലിയ ലോബി ഇവിടെ മുന്നോട്ട് പോവുകയാണ്. ഈ സാഹചര്യത്തിലാണ് കോഴിക്കോട് ജില്ലയിൽ ആരംഭം കുറിച്ച് മറ്റു ജില്ലയിലും സംസ്ഥാന തലത്തിലേക്കും ഈ ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തെ ഞങ്ങൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. മറ്റു കാര്യങ്ങളിലേക്കൊന്നും പറയുന്നില്ല. ഈ പരിപാടിക്ക് ഔപചാരികമായി സ്വാഗതം പറയുന്നതിന് സംസ്ഥാന KSU കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ പ്രിയപ്പെട്ട അരുൺ രാജേന്ദ്രനെ ക്ഷണിക്കുന്നു. സെക്രട്ടറിമാർ, പ്രിയപ്പെട്ട ജില്ലാ KSU കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഇന്ന് സംസ്ഥാന വ്യാപകമായി KSUവിൻ്റെ പ്രതിഷേധം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ വിശ്വാസ തകർച്ചയ്ക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള വിദ്യാഭ്യാസ കച്ചവടമാണ് കേരളത്തിൽ നടന്നത്. ചോദ്യപേപ്പറുകൾ ഒന്നടങ്കം തന്നെ സ്വകാര്യ
ട്യൂഷൻ മാഫിയകളുടെ കൈകളിലേക്ക് എത്തിപ്പെടുന്നു. പഠിച്ച് പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ ഭാവി തന്നെ അപകടത്തിലാക്കിക്കൊണ്ട് ചോദ്യപേപ്പറുകൾ ചോർന്നു കിട്ടുന്ന ഒരു വിഭാഗം ആളുകൾ പരീക്ഷയിൽ അനധികൃതമായി വിജയം കരസ്ഥമാക്കുന്നത് കേരള വിദ്യാഭ്യാസമാണെന്ന് എന്ന ആരോപണം കേരള വിദ്യാഭ്യാസ രംഗത്ത് വളരെ സജീവമായി. കേരളത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങളിൽ നിന്ന് പണം പിഴിയുന്ന, പണം നേടിയെടുക്കുന്ന ഒരു ബിസിനസ്സായി സ്വകാര്യ ട്യൂഷൻ മാഫിയ മാറി. എല്ലാ സ്ഥലങ്ങളിലും ഇത്തരം സെന്ററുകൾ ഊണുപോലെ മുളച്ചു. ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത്തരം പല സെന്ററുകളുടെയും പിന്നിൽ സംസ്ഥാന ഭരണകക്ഷിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ഇൻവെസ്റ്റ്മെന്റ് ഇതിന്റെ പിന്നിലുണ്ട് എന്ന കൃത്യമായ ആരോപണം വരുന്നു. അപ്പോൾ അതുകൂടി കണക്കിലെടുക്കുമ്പോഴാണ് നമുക്ക് ഈ ചോദ്യപേപ്പർ ചോർച്ചയെ കണക്കിലെടുക്കേണ്ടത്. മധ്യപ്രദേശിലൊക്കെ പണ്ട് വ്യാപം ചോദ്യപേപ്പർ ഗൂഢാലോചന അല്ലെങ്കിൽ ആ അഴിമതി നടന്നതുപോലെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് ചോദ്യപേപ്പറുകൾ ചോർത്തിയെടുത്ത് വിവിധ പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ ചോർത്തിയെടുത്ത് അനർഹരെ വിജയിപ്പിച്ചതുപോലെ കേരളത്തിലും